ബിഗ് ബോസ് വീടിന്റെ അടുക്കളയും ഭക്ഷണമേശയും അവിടെയാണ് എല്ലായ്പ്പോഴും ജനത്തിരക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാവരും കൂടി വരുന്ന ഈ സ്ഥലത്ത് ഏത് സമയത്തും ബഹളം തന്നെ ബഹളം. പ്രത്യേകിച്ച് ഈ ഭക്ഷണമേശയുടെ അടുത്ത് വരുമ്പോൾ ഭക്ഷണത്തിനൊരു ആദരവെങ്കിലും കൊടുത്തൊന്ന് സംസാരിക്കണേ, അതുപോലുമില്ല. ആഹാരം മുൻപിൽ വെച്ചുകൊണ്ട് ഭയങ്കര ബഹളങ്ങളാണ് മിക്കപ്പോഴും നടക്കുന്നത്. ഇപ്പോഴങ്ങനെ ഒരു സംഭവം വീണ്ടും നടന്നു. എല്ലാവരും കൂടി ഈ അനീഷിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. അനീഷ് എന്ത് തെറ്റാണ് ചെയ്തത്? തെറ്റും ശരിയുമല്ല ഇപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അവിടെ ഇപ്പോൾ കൂട്ടമായിട്ട് ആക്രമിക്കുക എന്നുള്ള ഒരു അജണ്ടയാണ്. അനീഷിന് ഗുണവും പറയാൻ പറ്റില്ല, ദോഷവും പറയാൻ പറ്റില്ല. അനീഷ് ഈ കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റനാണല്ലോ. കിച്ചൺ ടീമിന് കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാത്രങ്ങളെല്ലാം കൃത്യമായിട്ട് ക്ലീൻ ചെയ്തു വെക്കേണ്ടത് വെസൽ ടീമാണ്. വെസൽ ടീമിന്റെ ക്യാപ്റ്റൻ നെവിനാണ്. ഇന്ന് രാവിലെ എല്ലാവരും എഴുന്നേറ്റ് വരുന്ന സമയത്തും ഇന്നലെ കഴിച്ചിട്ട് വെച്ച പാത്രങ്ങൾ അത് കഴുകാതെ ഇട്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ഈ ആഴ്ചത്തെ ക്യാപ്റ്റനായ ഷാനവാസ് വന്നിട്ട് നെവിനോട് പറയുന്നുണ്ട്, നിങ്ങൾ വെസൽ ടീമിന്റെ ക്യാപ്റ്റനാണ്, ഈ പാത്രങ്ങളെല്ലാം കഴുകാതെ ഇട്ടിരിക്കുന്നതിന്റെ കാരണം എന്താണ്? നേരം വെളുത്തില്ലേ? ഇത് ചോദിക്കുമ്പോൾ വെള്ളമില്ലായിരുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. ശരിയാണ്, വെള്ളമില്ലായിരുന്നു. പക്ഷെ വെള്ളം വന്നു കഴിഞ്ഞിട്ടും ഈ വെസൽ ടീമിന്റെ ക്യാപ്റ്റൻ അത് കഴുകി വെക്കാൻ കൂട്ടാക്കിയില്ല. അയാൾക്ക് രാത്രി വെളുക്കോളും മോഷണമാണല്ലോ. മോഷണ പരിപാടികളുമൊക്കെ ആയിട്ട് അയാൾ നടക്കുന്നു. ആ കൂട്ടത്തിൽ വേറെ ചില പരിപാടികളും നടന്നു. അതിനകത്ത് ഈ മോഷ്ടിക്കാൻ കയറിയ സമയത്ത് അടുക്കളയിലുണ്ടായിരുന്ന പല പൊടിവർഗ്ഗങ്ങളും മുളകൊക്കെ എടുത്ത് പുള്ളി ചിപ്സ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. രാത്രി ചിപ്സ് ഉണ്ടാക്കി അതിൻ്റെ മേൽ മുളക് പൊടിയൊക്കെ ഇടുന്ന ഇതൊക്കെ അവിടെ വിതറിക്കിടക്കുന്നുണ്ട്. ഇതെല്ലാം കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റനായ അനീഷിന്റെ തലയിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ലൈവിൽ ഈ വിഷയം ചൊല്ലി ചർച്ച നടക്കുമ്പോൾ പാത്രം കഴുകാതെ എടുത്തിട്ടിരുന്ന കാര്യത്തെക്കുറിച്ച് അനീഷ് സംസാരിക്കാൻ തുടങ്ങി. ഉടനെ എല്ലാവരും കൂടി കയറി അതിന്റെ അറ്റത്ത് പിടിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കര ബഹളം. എന്തൊക്കെയാണ് ഇത് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് പോലും കേൾക്കാൻ പറ്റില്ല. ചില സമയത്ത് നമ്മുടെ ചെവി അടിച്ചു പോകും. ഈ രണ ഫാത്തിമയുടെ ഒക്കെ ഹൈ ഫ്രീക്വൻസി ശബ്ദമാണ്. ആ കൊച്ചങ്ങോട്ട് സംസാരിക്കാൻ നാവെടുത്തു കഴിഞ്ഞാൽ ഈ ചീവിയുടെ അരയ്ക്കുന്നത് പോലെയാണ്. അസ്വസ്ഥത കൊണ്ട് നമ്മൾ ആകെ പൊറുതിമുട്ടിപ്പോകും. ലൈവൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ചില സമയത്ത് അങ്ങേയറ്റം ശോചനീയമാണ്, ശോകമാണ്. സംസാരിച്ചു വന്ന കൂട്ടത്തിൽ അനീഷിന്റെ വായിലൊന്നും എന്തോ ഇവർക്ക് പിടിക്കരുതാത്തത് വീണിട്ടുണ്ട്. അത് നമ്മളെ കൃത്യമായിട്ട് കാണിച്ചില്ല. ഈ വഴക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ക്യാമറ അടുക്കളയ്ക്കകത്തേക്കൊന്ന് സൂം ചെയ്തു വെച്ചു. അപ്പോൾ അവിടെ എന്തൊക്കെയോ ആര്യനുമൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അനീഷ് പറഞ്ഞ കൃത്യമായ കാര്യം നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ അനീഷിനെ പിന്നീട് എല്ലാവരും കൂടി പൊങ്കാലയിടുകയായി. പാത്രം കഴുകി വെക്കുന്ന വിഷയമാണ് സംസാരിക്കുന്നത്. ഷാനവാസ് എഴുന്നേൽക്കുന്നു, ഭയങ്കര പ്രശ്നമാകുന്നു. അപ്പാനി അങ്ങ് വയലൻസ് കാണിക്കുന്നത് പോലെയാണ് ചാടി എഴുന്നേറ്റ് വരുന്നത്. തുടർന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് അനീഷിനെ ആക്രമിക്കുകയാണ്. അനീഷ് ഒറ്റയ്ക്ക് നിന്ന് മറുപടി പറയുവാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ അനീഷിന്റെ ശബ്ദം പുറത്തു വരുന്നില്ല. ഇതിനിടയ്ക്ക് അനീഷ് ഉറക്കെ സംസാരിക്കുമ്പോൾ അനുമോള് വന്നിട്ട് അനീഷിന്റെ വായി പൊത്തിപ്പിടിക്കുന്നുണ്ട്. ഇവിടെ എല്ലാ ആൾക്കാർക്കും കുറ്റങ്ങളും കുറവുകളുമുണ്ട്. കാരണം ഇതൊരു ഗെയിമാണ്. ഇവരുടെ എല്ലാം ഉള്ളിൽ ഓരോ സ്ട്രാറ്റജികളുമുണ്ട്. അതിനനുസരിച്ച് അവരവർക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടിയാണ് അവരവർ ശ്രമിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും ഇവരിപ്പോൾ പുറത്തെടുക്കുന്ന ഈ ഒരു സ്ട്രാറ്റജി അത് പരമ ബോറാണ്. മാത്രവുമല്ല ഇതിനകത്ത് കൂടി നേട്ടം ഉണ്ടാകുവാൻ പോകുന്നത് അനീഷിനാണ്. ഇവിടെ ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ വർഷം ആദ്യം ഉണ്ടായ കാര്യമൊന്നുമല്ല. എല്ലാ വർഷവും ഇങ്ങനെയുള്ള ഒറ്റപ്പെടൽ സ്ട്രാറ്റജി തന്നെയാണ് ചില ആൾക്കാരിലേക്ക് പൊതുജനത്തിന്റെ ഫോക്കസ് ഉണ്ടാകുവാൻ കാരണമായി തീരുന്നത്. അനീഷ് അത്തരത്തിലൊരു സ്ട്രാറ്റജി ആദ്യം മുതൽ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അതിനെ പൂട്ടാൻ ഇതിനകത്തുള്ള ഒരാൾക്കും അറിയില്ല എന്നുള്ളതാണ്. ലാലേട്ടൻ കഴിഞ്ഞ വീക്കെൻഡിൽ വന്നിട്ട് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഓരോരുത്തർക്കും സൂചനകൾ കൊടുത്തു. അനീഷിനെ എങ്ങനെ പൂട്ടണം എന്നുള്ളതാണ്. ലാലേട്ടൻ തുറന്നു പറയുന്നുണ്ട്, നിങ്ങളത് ഇഗ്നോർ ചെയ്ത് കളഞ്ഞിര്, നിങ്ങൾ മറുപടി പറയാൻ പോകുമ്പോഴല്ലേ ഈ പ്രശ്നമാകുന്നത്. ഇതൊക്കെ കേട്ടിട്ടും ഈ പൊട്ടന്മാർക്ക് ഒരു വെളിവില്ല. പ്രത്യേകിച്ച് ഈ അപ്പാനിയെക്കുറിച്ചും ഷാനവാസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞാൽ ഒരു വെളിവും ബോധവും ഇല്ലാത്തവരാണെന്ന് തോന്നുന്നു. ഇവിടെ എന്തിനാണ് അയാൾക്ക് നിങ്ങൾ സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാം, നിങ്ങളുടെ ശബ്ദവും നിങ്ങളുടെ മുഖവും പുറം ലോകം കാണണമെന്നുണ്ടെങ്കിൽ അനീഷിൻ്റെ അടുത്ത് ചെന്നാലേ പറ്റൂ എന്നുള്ളത്. അപ്പോൾ അനീഷിനെ നിങ്ങൾ ഒരു കോണ്ടന്റ് ആക്കി അവിടെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അനീഷിനോട് ജനത്തിന് സഹതാപം കൂടാനാണ് സാധ്യത. അനീഷിന്റെ ഗെയിമാണ് കളിക്കുന്നത്. പക്ഷേ അനീഷിന്റെ മുൻപിൽ കൊണ്ടുവന്ന് ഇവരുടെ ഗെയിം അടിയറ വെച്ച് കളയുകയാണ്. അനീഷിനെ ഇവർ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി അവിടുത്തെ കോണ്ടന്റുകൾ പകുതിയിലധികം കുറയുകയും ചെയ്യും. പക്ഷെ ഇവരാരും അനീഷിനെ വിടില്ല. അനീഷിന്റെ മെക്കിട്ട് കയറാൻ ഒരവസരം നോക്കി നടക്കുകയാണ്. അതിൽ കൂടി ഇവർക്ക് നേട്ടമുണ്ടാകുമെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. പക്ഷെ ഇവരൊക്കെ പറഞ്ഞു വെക്കുന്ന ചില വാക്കുകൾ അത് ഒരു തരത്തിലും നമുക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആകുന്ന കാര്യങ്ങളല്ല. പ്രത്യേകിച്ച് ഈ അപ്പാനി അനീഷിനെതിരെ എഴുന്നേറ്റ് വരുമ്പോഴുള്ള ആ ബോഡി ലാംഗ്വേജ് തന്നെ വല്ലാത്തൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതാണ്. ഇതൊക്കെയാണ് ശരിക്കും അനീഷിന് നേട്ടമായി മാറുന്ന പ്രധാനപ്പെട്ട ഘടകവും. അനീഷ് ഇവർ പറയുന്നത് പോലെ ആവശ്യമില്ലാത്ത വാക്കുകളൊന്നും ഉപയോഗിക്കാറില്ല. മോശമായിട്ട് ആരെയും സംബോധന ചെയ്യാറില്ല. ഒരാളിനെയും ഇടിച്ചു താഴ്ത്താറില്ല. അനീഷിന് പറയാനുള്ള കാര്യങ്ങൾ തന്നെ അയാൾ സ്റ്റിക്ക് ഓൺ ചെയ്തു നിൽക്കും. ആവർത്തിച്ചത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൻ്റെ മുകളിൽ പറഞ്ഞ് അവനെ അടിച്ചമർത്തുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഇന്ന് രാവിലെ എല്ലാവരും കൂടി കൂട്ട ആക്രമണം നടക്കുകയാണ്. അപ്പാനി ഇതിനിടയിൽ സംസാരിച്ചു വരുമ്പോൾ അനീഷ് പറയുന്നുണ്ട്, നിന്റെ നാടക ഡയലോഗൊന്നും എൻ്റെ അടുത്ത് വിലപ്പോവില്ല.
ആ ഒരൊറ്റ വാക്ക് തുടർന്ന് പിന്നീട് ഭയങ്കര പൊട്ടിത്തെറി അവിടെ ഉണ്ടാക്കി. ആ ഒരൊറ്റ വാക്കിനെ അനീഷിനെതിരെയുള്ള ഒരു വലിയ ബോംബ് പോലെയാണ് ഷാനവാസ് പൊക്കിക്കൊണ്ടുവരുന്നത്. നീ എന്താണ് പറഞ്ഞത്? നാടക ഡയലോഗൊന്നും ഇവിടെ വേണ്ടെന്നോ? നീ എന്താ പറഞ്ഞെന്ന് നിനക്ക് വ്യക്തമാകുന്നുണ്ടോ? നീ കേരളത്തിലുള്ള സകല നാടക കലാകാരന്മാരെയുമാണ് ഇപ്പോൾ അധിക്ഷേപിച്ചിരിക്കുന്നത്. അതിനുള്ള മറുപടി നിന്നെ കൊണ്ട് ഞങ്ങൾ പറയിക്കും. കേരളത്തിലെ മുഴുവൻ കലാകാരന്മാരും നിനക്കെതിരെ എഴുന്നേൽക്കും. പിന്നീട് ആ ഒരു വാക്ക് പറഞ്ഞു, അപ്പോഴാണ് അപ്പാനിക്ക് പോലും അങ്ങനെ ഒരു സാധനം വന്ന് വീണത് കിട്ടിയത്. അയാളത് വിട്ടുകളഞ്ഞതാണ്, അയാളത് ശ്രദ്ധിക്കാതെ പോയതാണ്. പിന്നീട് അപ്പാനി അതങ്ങ് പൊക്കിപ്പിടിച്ചു. ഇപ്പോൾ പറയുന്ന കേരളത്തിലുള്ള മുഴുവൻ ആർട്ടിസ്റ്റുകളെയും നീ അധിക്ഷേപിച്ചിരിക്കുകയാണ്. ഇവരുടെ മുഴുവൻ പ്രതിഷേധം നിനക്കെതിരെ ഉണ്ടാവും. നീ ഇവിടെ നിന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങ്. പുറത്തിറങ്ങിയാൽ നിന്നെ പുറത്തിട്ട് മുഴുവൻ ആൾക്കാരും കൂടെ കൈകാര്യം ചെയ്യും. നീ സകല ആർട്ടിസ്റ്റുകളെയും ആക്ഷേപിച്ചു. സത്യത്തിൽ അയാൾ നിന്റെ നാടക ഡയലോഗൊന്നും ഇങ്ങോട്ട് വേണ്ട എന്നൊരു വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. ഇത് ആർട്ടിസ്റ്റുകളെ അധിക്ഷേപിച്ചതായിട്ട് എത്ര പേർക്ക് തോന്നുന്നുണ്ട്? എനിക്കങ്ങനെ തോന്നിയില്ല. നമ്മുടെയൊക്കെ ലൈഫിൽ പലപ്പോഴും വഴക്കും ബഹളങ്ങളും ഒക്കെ ഉണ്ടാകാറുള്ളവരാണ്. പല ആൾക്കാരോട് നമുക്ക് കയർത്ത് സംസാരിക്കേണ്ടി വരും. ചില സാഹചര്യങ്ങളിൽ ചിലരുടെയൊക്കെ പെരുമാറ്റം കാണുമ്പോൾ നമ്മളും പറയാറുണ്ട്, നീ കൂടുതൽ അഭിനയിക്കുകയൊന്നും വേണ്ട, നീ പോടാവൂ എന്ന് പറയാറില്ലേ? അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കേരളത്തിലുള്ള മുഴുവൻ ആർട്ടിസ്റ്റുകളെയും അപമാനിച്ചു എന്നുള്ളതാണോ? ചിലരോടൊക്കെ ഇങ്ങനെ സംസാരിക്കേണ്ടി വരും. ഇവൻ വാക്കുകളെ വളച്ചൊടുക്കുകയാണെന്നും ഇവൻ ഉൾട്ടയാണ് കാണിക്കുന്നതെന്നും ബോധ്യപ്പെടുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ. നീ അഭിനയിക്കണ്ട, നിന്റെ കൂടുതൽ നാടക ഡയലോഗൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കേരളത്തിലുള്ള മുഴുവൻ ആർട്ടിസ്റ്റുകളെയും അപമാനിച്ചു എന്ന. ഇപ്പോൾ അനീഷിനെതിരെ കേരളത്തിലെ ആർട്ടിസ്റ്റുകളെ മുഴുവൻ അണിനിരത്താനുള്ള ഒരു സാധനം അങ്ങോട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അനുമോളുടെ വായിൽ നിന്നും ഒരു വാക്ക് വീണു. ആ ഒരൊറ്റ വാക്ക് കേരളത്തിലുള്ള മുഴുവൻ ഡോക്ടർമാരെയും അപമാനിച്ചു എന്നുള്ളതാക്കി. അതിന്റെ സൂത്രധാരൻ ആരായിരുന്നു? അതും ഈ ഷാനവാസ് തന്നെയാണ്. ഷാനവാസ് നല്ല വെളുക്ക ചിരിച്ച് എല്ലാവരുടെയും മുൻപിൽ ഒരു നല്ല പിള്ള ഇമേജ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പക്ഷേ അവസരം കിട്ടുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഇതൊരു ഗെയിം സ്ട്രാറ്റജിയാണെന്ന് പറയാൻ കഴിയില്ല. ഇത് നെറികേടാണ്. അനാവശ്യമായിട്ടൊരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് മറ്റുള്ളവരുടെ എല്ലാവരുടെയും ഉള്ളിലേക്ക് തെറ്റായ രീതിയിൽ വിഷം കുത്തിവെച്ചു കൊടുക്കുക. അവരിതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇവരും വരുന്ന പാടെ ഈ ഇരയാക്കപ്പെടുന്ന വ്യക്തിയുടെ മുകളിലോട്ട് കയറുക, അവനെ ഒരുമിച്ചിട്ട് ആക്രമിക്കുക. ഈ വളഞ്ഞിട്ട ആക്രമണം അവിടെ നിരന്തരം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നിസ്സാരമായിട്ട് വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകൾക്കും അവർ ചിന്തിക്കാത്ത സങ്കല്പിക്കാത്ത അർത്ഥങ്ങളും നാനാർത്ഥങ്ങളും എല്ലാം കൊടുത്ത് ഒരു തെരുവുനായെ ഓടിച്ചിട്ട് കല്ലെറിയുന്നത് പോലെ അങ്ങനെ ഓരോരുത്തരെയും ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാകുന്നില്ല സത്യത്തിൽ ജനം ഇവർക്ക് എതിരായി മാറുമെന്ന്. ഇങ്ങനെയുള്ള ഗെയിമും കൊണ്ട് എത്ര കാലം ഇവർക്ക് ഇവിടെ നിലനിൽക്കാൻ സാധിക്കും? നമ്മൾ ഈ പറയുന്ന അനീഷ് അങ്ങ് പെർഫെക്റ്റ് ഒന്നുമല്ല. അനീഷിന്റെ കയ്യിലും തെറ്റുകളുണ്ട്, വീഴ്ചകളൊക്കെ വരാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ള തെറ്റുകൾ വരുമ്പോൾ ഒന്നോ രണ്ടോ പേർ അല്ലെങ്കിൽ ആ പ്രശ്നവുമായിട്ട് ഇടപെട്ട് നിൽക്കുന്ന ആൾക്കാർ അവർ സംസാരിച്ചത് വിട്ടുകളാ. എന്തിനാണ് നിങ്ങൾ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്? ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടന്റ് വേണമെങ്കിൽ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ടായേ പറ്റുള്ളൂ. അത് അനീഷിന്റെ വിജയമാണ്. അങ്ങനെ മാത്രമേ പ്രേക്ഷക ലോകം അതിനെ മനസ്സിലാക്കുകയുള്ളൂ. ഇവിടെ നിൽക്കുന്ന ഒരെണ്ണത്തിനും സ്വന്തമായിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് അനീഷിന്റെ വായിൽ നിന്ന് എന്താണ് വീഴുന്നത്? അനീഷ് എങ്ങോട്ടാണ് നോക്കുന്നത്? അനീഷ് ഏത് വിഷയത്തെക്കുറിച്ച് എന്ത് അഭിപ്രായമാണ് പറയുന്നത്? അത് നോക്കിയിരിക്കുകയാണ്. അതിനെ ഉടക്കുക. എന്ത് അനീഷ് പറഞ്ഞാലും അതിനെ എതിർക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് ഇവരുടെ എല്ലാവരുടെയും മനഃശാസ്ത്രം മാറിപ്പോയിട്ടുണ്ട്. കാര്യങ്ങളെ ഇത്തരത്തിൽ മുൻപുണ്ടായിരുന്ന സീസണിൽ കൈകാര്യം ചെയ്തത് കൊണ്ടാണ് ഒരു ഡോക്ടർ രജിത് കുമാർ എഴുന്നേറ്റത്, ഒരു ഡോക്ടർ റോബിൻ എഴുന്നേറ്റത്. അതുപോലെ തന്നെ ഈ സീസണിൽ കോമണറാണ്, പക്ഷേ അനീഷ് ആ തരത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. അനീഷിനെ അവസാനം ഇവർ തന്നെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും കപ്പെടുത്ത് കയ്യിൽ കൊടുത്ത് കിരീടമെടുത്ത് തലയിൽ വെച്ചു കൊടുക്കുകയും ചെയ്യും. അത് സംഭവിച്ചാൽ അതിന്റെ പിൻപിലുള്ള 100% ഉത്തരവാദിത്വം ഈ വീട്ടിലുള്ള ഈ അതിബുദ്ധിമാന്മാർക്കാണ് എന്ന് പറയാതിരിക്കുവാൻ കഴിയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.